ഈ ഒരു ക്യാമറ ഞാൻ ഈ ഒരു ക്യാമറ സ്ട്രെയിറ്റ് തന്നെ വെച്ചേക്കാം. ഓക്കെ, അതെ ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഞാൻ പറയുന്ന രീതി, അതായത് ഈ ഫോൺ ഞാൻ എവിടെ വയ്ക്കുന്നു, ഞാൻ ഈ ഫോൺ വെച്ച് കൺട്രോൾ ചെയ്യുന്നത് പോലെ ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യും. 3 അഡ്വാൻറ്റേജസ് ഇതിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഹായ്, നമസ്കാരം, ഞാൻ രാകേഷം ജി. ഇന്നിപ്പോൾ ഒരു ചെറിയൊരു അൺബോക്സിങ് ആണെങ്കിൽ പോലും അപ്ഗ്രഡേഷനാണ്. എല്ലാവർക്കും അറിയാം എൻ്റെ കയ്യിലുള്ള ഒരു DJI പോക്കറ്റ് എന്ന് പറയുന്ന ഒരു ക്യാമറ. ഈ ഒരു ക്യാമറയ്ക്ക് ചെറിയൊരു അപ്ഗ്രഡേഷൻ കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം ഈ ഒരു ക്യാമറയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാനിതിൻ്റെ ഒരു അൺബോക്സിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 മാസത്തോളമായി ഞാനിതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിത് ഈ ഒരു ക്യാമറ ഗിംബൽ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു ഗിംബലിനെ നമുക്ക് പൊക്കാനും താക്കാനും ഒക്കെ, അതായത് ഇപ്പോൾ താഴുന്നുണ്ട്, ഈ ഇൻ ഡിസ്പ്ലേ തന്നെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് എല്ലാം നടക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഒന്ന് സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനിവിടെ ഒരു കണക്ടർ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് നമുക്ക് എപ്പോഴും പ്രാക്ടിക്കലല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഫോണെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഷൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട്. ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ച് ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് ഒരു യൂണിറ്റ് ഞാനിന്നിപ്പോൾ എല്ലാവർക്കും പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ഐറ്റം. എല്ലാവർക്കും ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. ഇത് ഓസ്മോ പോക്കറ്റ് എക്സ്പാൻഷൻ കിറ്റാണ് വരുന്നത്. ഈ എക്സ്പാൻഷൻ കിറ്റിനകത്ത് 3 ഐറ്റംസാണ് നമുക്ക് വരുന്നത്. ഞാൻ തൽക്കാലം ഓഫ് ചെയ്യട്ടെ. 3 ഐറ്റംസ് വരുന്നുണ്ട്. ഒരു റോളർ വീല്, ഒരു കവറ്, പിന്നെ താഴെ വരുന്ന ഒരു സംഗതി, അതാണ് ഏറ്റവും മെയിൻ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Next. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ പരിപാടി തന്നെ. വേറെ സംഭവമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ വലിയ കാര്യമായിട്ട് വെക്കാത്തത്. ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്യാണ്. ഓക്കെ, നോക്കാം എങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. വാ, മൊത്തം ഒരു സെറ്റായിട്ട് തന്നെ. ആയിവാ, അതെ അടിപൊളിയാണ്, നല്ല പാക്കിങ്ങാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. യൂസർ മാനുവലും ഉണ്ട് ഇതിനകത്ത്. യൂസർ മാനുവൽ തൽക്കാലം എടുത്തിരിക്കട്ടെ. വീല് ഞാൻ പറഞ്ഞൊരു പ്രത്യേക സാധനം എന്ന് പറഞ്ഞ ഇതാണ് ഒരു പ്രത്യേക ഐറ്റം. ഇതിനെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തി തരാം. പിന്നെ ഒരു കവർ വരുന്നുണ്ട്. ഇതൊരു കവറെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗോപ്രോയും ഓസ്മോ ആക്ഷൻ ക്യാമറയൊക്കെ നമ്മൾ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോലെ ഇത് നമുക്കിങ്ങനെ കൈ പിടിക്കാനേ പറ്റത്തുള്ളൂ. എന്നാൽ ഒരു സ്റ്റാൻഡേ വെച്ച് നമുക്ക് ഇതുപോലെ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമുണ്ട്. അതിന് ഇതിലോട്ട് കയറ്റുന്നതാണ്. ഞാനിതിപ്പോൾ കാണിച്ചു തരാം എല്ലാവർക്കും ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഒരു മെമ്മറി കാർഡും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഒരു SD കാർഡ് അഡാപ്റ്റർ ഉൾപ്പെടെ ഒരു 32 GB മെമ്മറി കാർഡും ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഇതും കൂടെ ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് കിട്ടിയത്. കാരണം മെമ്മറി കാർഡിൻ്റെ കാര്യം ഇതിൻ്റെ പുറത്തൊരിടത്തും എഴുതിയിട്ടില്ലായിരുന്നു. ഏതായാലും എക്സ്പാൻഷൻ കിറ്റിനകത്ത് അത് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ അറിയുന്നത്. ഇതിനകത്ത് സാംസങ്ങിൻ്റെ തന്നെ ഒരു മെമ്മറി കാർഡ് അഡാപ്റ്റർ വിത്ത് മൈക്രോ SD കാർഡ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഈ കിറ്റിനകത്ത് വരുന്നത്. നമുക്കിനി ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെടാം. നമുക്ക് ഫസ്റ്റ് ഈ കൺട്രോളർ വീലിനെ കുറിച്ച് തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും, ഇതാണ് നമ്മുടെ കൺട്രോളർ വീല്. ഇതിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് പറഞ്ഞേക്കാം. ഇതിനകത്തൊരു വീല് വരുന്നുണ്ട്. ഇത് താഴോട്ടും മേലോട്ടും ജസ്റ്റ് നമ്മുടെ എന്നാ പറയുന്നത്, ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ പോർഷൻ മാത്രം ചെയ്യത്തുള്ളൂ. ഇത് ആദ്യം ഞാൻ കണ്ടപ്പം ഫുൾ റോൾ ചെയ്യുന്ന വിചാരിച്ചു. അങ്ങനെ ചെയ്യത്തില്ല, താഴോട്ടും ഒന്ന് മേളിലോട്ടും. അവിടെ കൊണ്ട് സ്റ്റക്ക് ആവുകയാണ്. ഇവിടെ ഒരു താഴെ ഒരു സ്വിച്ചും വരുന്നുണ്ട്. സ്വിച്ച് ഒന്ന് ലെഫ്റ്റിലോട്ടും ഒന്ന് റൈറ്റിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ റൈറ്റും ലെഫ്റ്റും അപ്പ് ആൻഡ് ഡൗൺ, ഈ ഒരു മോഷനാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ റൈറ്റും ലെഫ്റ്റും ആണ് കൺട്രോൾ ചെയ്യുന്നത്. റൈറ്റ് സൈഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ മോഷനാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഈ സ്വിച്ചസും. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ കൂടെ നമുക്കൊന്ന് നോക്കാം. ആദ്യം ഇത് നമുക്ക് ഈ ഒരു ക്യാമറയിൽ എങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒരു കവർ നമ്മൾ അഴിക്കുക. സിമ്പിളായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇതിനോട് അറ്റാച്ച് ചെയ്യുക. കണ്ടോ, അപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഞാനത് അറ്റാച്ച് ചെയ്തു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. വളരെ സിമ്പിളാണ്. കണ്ടോ, ഇതിപ്പോൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പം ഇതിൻ്റെ തന്നെ ഒരു ഭാഗമായി. ഇനി നമുക്കിത് ഓൺ ചെയ്ത് ഇതിൻ്റെ വർക്കിംഗ് കൂടെ എല്ലാവർക്കും ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാനിത് ഓൺ ചെയ്യുകയാണ്. ഇതൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ഇതുമായിട്ട് ലിങ്ക് ആയി കഴിഞ്ഞു. കണ്ടോ, ഫോക്കസിങ്. ഓക്കെ, ഇതിപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇതിപ്പോൾ താഴെയും പൊങ്ങുകയും ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് വേറെ ഡിസ്പ്ലേയിലൊന്നും സെറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. കണ്ടോ, താഴെയും പൊങ്ങുകയും എല്ലാവർക്കും ഇപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അതിനകത്തുള്ള വീഡിയോ പൊങ്ങി ഇത് താന്നു. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ മോഡൊന്ന് മാറ്റുകയാണ്. അതായത് ലെഫ്റ്റിലോട്ടൊന്ന് ഇടുകയാണ്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു പൊസിഷനിലും അത് ടിൽറ്റ് ചെയ്യുന്നുണ്ട്.
എല്ലാവർക്കും അത് കാണാൻ സാധിക്കുമായിരിക്കും. കണ്ടോ, ഇതാണ് ഈ വീലിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ സ്വിച്ചിൻ്റെ ഫംഗ്ഷനും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. സ്വിച്ചിനകത്ത് ഈ ഫസ്റ്റ് കാണുന്ന സ്വിച്ച് നമ്മുടെ മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ട. മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന് പല മോഡുണ്ട്. ഫോളോ മോഡുണ്ട്, FPV എന്ന് പറയുന്നൊരു മോഡുണ്ട്, പിന്നെ ടിൽറ്റ് ലോക്ക് മോഡുണ്ട്. ഇപ്പം ടിൽറ്റ് ലോക്ക്, അതായത് നമ്മുടെ റൈറ്റും ലെഫ്റ്റും തിരിയാതെ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ മാത്രമേ അത് കൺട്രോൾ ചെയ്യത്തുള്ളൂ. റൈറ്റും ലെഫ്റ്റും ഫുള്ള് നമുക്ക് ഇതിൽ തന്നെ കൺട്രോൾ വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് കണ്ടോ, ഇപ്പം താക്കാനും പൊക്കാനും നമ്മുടെ മാനുവലായിട്ട് വേണമെങ്കിൽ മാനുവലായിട്ട് ചെയ്യാൻ സാധിക്കും. അതിനാണ് ഈ വീല് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഓരോ മോഡും നമുക്ക് ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലെ ബട്ടൺ നമ്മുടെ ഭാഗത്തോട്ട് ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മളിപ്പോൾ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ തന്നെ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ എല്ലാവരും ഒന്ന് കാണിച്ചു തരാം, എല്ലാവരും ശ്രദ്ധിച്ചു വേണം. ഞാൻ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഭാഗത്തോട്ട്, അതായത് എൻ്റെ ഫേസിലോട്ട് അത് ഫോക്കസ് ചെയ്തു. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഇപ്പോൾ അത് എൻ്റെ ഫേസിലോട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് ട്രാക്കിംഗ് മോഡിലോട്ട് വരികയാണ്. ഫേസ് ട്രാക്കിംഗ് മോഡ് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുമായിരിക്കും. ഫേസ് ട്രാക്ക് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ബട്ടണിൽ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണ്. കണ്ടോ, തിരിച്ച് അത് പഴയ പൊസിഷനിലോട്ട് പോയി. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുഖത്തോട്ട് നോക്കും. അപ്പം ഈ ഒരു മോഡിൽ, അല്ലെങ്കിൽ ഈ ഒരു മോഡിനെ കഴിഞ്ഞും എനിക്ക് ഈ ഒരു കൺട്രോളർ വീലിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് ഞാൻ ഈ ഒരു ക്യാമറ അല്ലെങ്കിൽ ഈ ഒരു DJIയുടെ പോക്കറ്റ് എടുത്ത സമയത്ത് ഞാൻ എൻ്റെ വീഡിയോ ഇട്ട് കുറേ അധികം കമൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് ഇത് കണ്ടിട്ട് എടുത്തെന്നും എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അവരൊക്കെ ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ട്, ഞാൻ ഉൾപ്പെടെ ഫേസ് ചെയ്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പ് ആൻഡ് ഡൗൺ, അല്ലെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് ഭാഗത്ത് വേണം, ആ ഭാഗത്ത് കിട്ടാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ട് വന്ന പല സാഹചര്യങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് ഈ ഒരു കൺട്രോൾ വീലിനെ കുറിച്ച് ഞാൻ അറിഞ്ഞതും. ഇതൊന്ന് മേടിക്കാൻ വേണ്ട, ഓൺലൈനിൽ മേടിക്കാൻ ആദ്യം ശ്രമിച്ചു. ഓൺലൈനിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവൈലബിൾ ആണ്, പക്ഷേ ഒത്തിരി ഡിലേ വരുന്നുണ്ട്. പ്രൈസ് വൈസ് വെച്ച് നോക്കിയപ്പോഴും ഈ ഒരു പ്രോഡക്റ്റിന് നിലവിൽ വരുന്ന പ്രൈസ് 7,999, അതായത് 8,000 രൂപയാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളത്ത് നിന്നാണ് മേടിച്ചത്. ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് 2,500 രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അപ്പോൾ ഈ കൺട്രോളർ വീൽ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൽക്കാലം ഈ കൺട്രോളർ വീൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒരു പ്രോഗ്രാം കാണിച്ചുതരാം. പ്രോഗ്രാമല്ല, എന്താണ് ഈ ഒരു യൂണിറ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു വയർലെസ് കണക്ഷനാണ്, അതായത് ഒരു വയർലെസ് മൊഡ്യൂള്. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും ഇവിടെ ഒരു C ടൈപ്പ് പോർട്ട് ഇരിക്കുന്നത്, അതായത് ഒരു C തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ ഒരു C തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു മെയിൽ സോക്കറ്റാണ്, ഇവിടെ ഒരു ഫീമെയിൽ സോക്കറ്റുമാണ്. അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സോക്കറ്റ് എല്ലാവർക്കും കാണാൻ സാധിക്കും, C ടൈപ്പ്. ഇതിൻ്റെ ചാർജിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ടാണ്. അപ്പം ഞാൻ ഇതിലോട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം, ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇതിൻ്റെ രണ്ട് സൈഡിലും റബ്ബറുണ്ട്, അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും പെട്ടെന്ന് ഊരി പോരത്തില്ല. നമുക്ക് ഞാനിപ്പോൾ എല്ലാവരും ഒന്ന് കാണിച്ചു തരാണ്. ഞാൻ ഫിറ്റ് ചെയ്യാണ്, കണ്ടോ. ഓക്കെ, കുറച്ച് ടൈറ്റാണ് ഒന്ന് കയറാൻ വേണ്ടിയിട്ട്, സുഖമായിട്ട് ഇങ്ങനെ ഇരുന്നോളും. ഇപ്പം ഞാൻ ഒരു കാര്യം കൂടെ എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഞാൻ ഈ ക്യാമറ ഒന്നുകൂടെ ഒന്ന് ഓൺ ചെയ്യാണ്. ഓക്കെ, ക്യാമറ ഓണായി. എല്ലാവർക്കും ഇപ്പം ഇവിടെ കാണാൻ സാധിക്കുമായിരിക്കും. വയർലെസ് മൊഡ്യൂൾ കണക്റ്റഡ്, എന്നിട്ട് ഇവിടെ ഒരു റെഡ് ലൈറ്റ് എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും, റെഡ് ലൈറ്റ്. അപ്പം ഇതൊരു വയർലെസ് മൊഡ്യൂളാണ്. ഇത് എങ്ങനെ വർക്ക് ചെയ്യിക്കാം എന്നുള്ളത് ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഫോൺ നമ്മളൊന്ന് ഓണാക്കി കഴിഞ്ഞിട്ട് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു DJI മിമോ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ആ ആപ്ലിക്കേഷൻ ആദ്യം നമ്മുടെ ഫോണിലൊന്ന് എടുക്കണം. അപ്പോൾ ഞാനത് ഓൺ ചെയ്യുകയാണ്. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഇതൊന്ന് ഓണായി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു ക്യാമറയുടെ ഓപ്ഷനുണ്ട്, അത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഡിവൈസ് കണക്ഷൻ, എനേബിൾ ബ്ലൂടൂത്ത് ഓൺ യുവർ മൊബൈൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുന്നു. ഞാൻ ബ്ലൂടൂത്ത് ഓൺ ചെയ്തു. ഇനിയിപ്പം ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഓസ്മോ പോക്കറ്റ്, അത് കണക്റ്റ് എന്ന് എഴുതി ഞാൻ കണക്റ്റ് കൊടുക്കുകയാണ്. അന്നേരം ഞാൻ ഇതിലും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. കണക്ഷൻ റിക്വയർഡ്, അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഞാനൊന്ന് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇതും ടച്ച് സ്ക്രീനാണ് കേട്ടോ. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, കണക്റ്റ്, യെസ്. ഇപ്പോൾ അതെ എല്ലാവർക്കും കാണാൻ സാധിക്കും, കണ്ടോ. ഓക്കെ, മനസ്സിലായോ? ഇനിയിപ്പം എനിക്ക് ഈ ഒരു ക്യാമറേനെ ഇവിടെ വെച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇത് എൻ്റെ ഭാഗത്ത് ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും മാറാത്തത്. എന്നാൽ ഞാൻ എങ്ങോട്ടൊക്കെ പോകുന്നു എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും. ഞാൻ പോകുന്ന വഴിയെല്ലാം
ഇത് മാറും. ഓക്കെ, ഇപ്പോൾ അത് ഇനിയിപ്പോൾ ഞാൻ എല്ലാവരും ഒന്ന് കാണിച്ചു തരാം ഞാൻ അതിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. കണ്ടോ, ഞാൻ ഉദ്ദേശിക്കുന്ന ഭാഗം, അതായത് ഏതൊരു ഭാഗം എനിക്ക് നിൽക്കണം എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമല്ലോ. ഈ ഒരു ക്യാമറ, ഞാൻ ഈ ഒരു ക്യാമറ സ്ട്രെയിറ്റ് തന്നെ വെച്ചേക്കാം. ഓക്കെ, അതെ, ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും ഞാൻ പറയുന്ന രീതി. അതായത് ഈ ഫോൺ ഞാൻ എവിടെ വയ്ക്കുന്നു, ഞാൻ ഈ ഫോൺ വെച്ച് കൺട്രോൾ ചെയ്യുന്നത് പോലെ ഈ ഒരു ക്യാമറ വർക്ക് ചെയ്തോളൂ. കണ്ടോ, അപ്പം എന്നെ കാണിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാം, എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം ഇതുമായിട്ട് ഇപ്പം വയർ കണക്ഷൻ ഇല്ല. മറ്റത് നമുക്ക് ഈ ഒരു ഭാഗത്ത് സി ടൈപ്പ് കണക്ഷൻ ഇതിൽ നിന്ന് തന്നെ, അതായത് ഈ കൺട്രോൾ വീല് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തു നിന്നാണ് ഇതിലോട്ട് കണക്ട് ചെയ്താണ് നമ്മൾ ഈ പറഞ്ഞ പരിപാടി എല്ലാം ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു വയർലെസ്സിൻ്റെ ഗുണം, അതായത് ഇപ്പം ഇതൊരു ഗ്രീൻ ലൈറ്റ് കത്തിക്കിടക്കുന്ന എല്ലാവർക്കും കാണാൻ സാധിക്കും. അതായത് ഈ ഒരു വയർലെസ് മൊഡ്യൂളുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. എനിക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ഈ ഒരു യൂണിറ്റ് കണക്ട് ചെയ്ത് എനിക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് ഒരു ഭാഗത്ത് വെച്ച് ഞാൻ ഇതുപോലെ കൺട്രോൾ ചെയ്ത് എനിക്ക് വീഡിയോസ് എടുക്കാൻ സാധിക്കും. എനിക്ക് എപ്പോൾ റെക്കോർഡ് ചെയ്യണോ ആ സമയത്ത് ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ അത് റെക്കോർഡ് ചെയ്യുകയാണ്. പോസ് ചെയ്യണമെന്നുള്ളപ്പം എൻ്റെ സൗണ്ട്, എന്തേലും സൗണ്ട് ഇത് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന് വരെ ഈ ഒരു മൈക്ക് വെച്ച്, അതായത് ഇതിനകത്തൊരു മൈക്കിൻ്റെ ഒരു പൊസിഷൻ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ആ മൈക്കിൽ അത് വളരെ വൃത്തിയായിട്ടത് കാണിക്കുന്നുണ്ട്. അപ്പം ഞാനൊന്ന് പോസ് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും അത് മാറ്റാൻ സാധിക്കും. കണ്ടോ, ഇപ്പം എല്ലാവർക്കും കാണാൻ സാധിക്കും. അത് ഞാനൊന്ന് പോസ് ചെയ്യാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണത്. കാരണം ഈ എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ക്യാമറ വെച്ച് എനിക്കിപ്പോൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ പറയുന്ന കാര്യം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഈ ഒരു ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കിതിനകത്ത് നോക്കാം എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. എനിക്ക് നോക്കി കുറച്ച് ദൂരം മാറി നിന്നാണെങ്കിൽ പോലും എനിക്കിതിനെ കണ്ട് സംസാരിക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഞാൻ നോക്കിയെടുത്തോളാം. ഈ ഒരു യൂണിറ്റിനുള്ളൊരു അഡ്വാൻറ്റേജ്, അതായത് 3 അഡ്വാൻറ്റേജസ് ഇതിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. അത് ഒന്ന് ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് വയർലെസ് ആയിട്ട് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സി ടൈപ്പ്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സി ടൈപ്പ് ഫീമെയിൽ സോക്കറ്റ് ഇവിടെ ഉണ്ട്. ഇതിൽ നമുക്കൊരു സാധാരണ സി ടൈപ്പ് ചാർജർ കണക്ട് ചെയ്ത് ഈ ഒരു യൂണിറ്റ്, അതായത് നമ്മുടെ DJIയുടെ പോക്കറ്റ് ചാർജ് ചെയ്യാൻ സാധിക്കും. അതായത് അറ്റ് എ ടൈം നമുക്ക് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചാർജ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വൈഫൈ ആയിട്ട് വർക്ക് ചെയ്യും, ഒരു ബേസ് സ്റ്റാൻഡായിട്ടും വർക്ക് ചെയ്യും. അങ്ങനെ 3 ഫങ്ഷൻസാണ് നമുക്ക് ഈ ഉള്ളൊരു മൊഡ്യൂളിൽ വരുന്നത്. അതായത് നമ്മുടെ വയർലെസ് മൊഡ്യൂളിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് അഴിച്ചിങ്ങ് മാറ്റുകയാണ്. ഈ കൺട്രോളറും ഞാനൊന്ന് ഊരിയെടുക്കുക. ഇനി നമ്മുടെ അവസാനത്തെ ഒരു ഐറ്റം, അതായത് നമ്മുടെ ആക്സസറി മൗണ്ട്, ഇതിനെ മൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചത്. അപ്പം ഈ മൗണ്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺട്രോൾ വീൽ ഊരിയേ പറ്റത്തുള്ളൂ. കാരണം അതിനുള്ളൊരു ഗ്യാപ്പ് ഇതിനകത്തില്ല. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഇത് അഴിച്ചെടുക്കാൻ വേണ്ടി ഇവരിവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കാണാൻ പറ്റുമായിരിക്കും. ഈ ഒരു പീസ് നമ്മളിതേ പുറത്തോട്ട് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് നൈസായിട്ട് തുറക്കാം. എന്നിട്ട് ഇതിനെ നമ്മൾ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇത് ടൈറ്റായിട്ടാണ് പിടിച്ച് വയ്ക്കുന്നത്. അന്നേരം ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു പോർഷൻ, അതായത് ഡെമ്മി പീസ് നമ്മളൊന്ന് എടുത്ത് മാറ്റുക. എന്നിട്ട് ഇത് അതിലോട്ട് കയറിയാണ് ടൈറ്റ് ആകുന്നത്. യെസ്, ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻ നടക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് ഈ ഒരു ഭാഗം ഏതെങ്കിലും ഒരു സ്റ്റിക്കിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വൈഡായിട്ട് പിടിച്ച് തന്നെ, അതായത് എത്ര ഇച്ചിരി നീട്ടി പിടിച്ച് നമ്മുടെ കാര്യങ്ങൾ, അതായത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട്, അല്ലെങ്കിൽ കുറച്ച് വൈഡായിട്ട്, കാരണം നമുക്ക് കൈ പിടിക്കാൻ ഈ ഒരു പൊസിഷനെ പറ്റത്തുള്ളൂ. എന്നാൽ ഒരു സ്റ്റിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട എത്ര നീളം, അതായത് ആ ഒരു വൈഡ്നെസ് കിട്ടുന്ന സമയത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കൂടുതൽ നമ്മുടെ വീഡിയോയിലോട്ട് ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. അതും നല്ലൊരു ഫീച്ചറാണ്. അപ്പം ഏകദേശം ഇത്തരം കാര്യങ്ങളാണ്, ഈ 3 കാര്യങ്ങളും പ്ലസ് നമ്മുടെ ഒരു മെമ്മറി കാർഡും കൂടി ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ അധികം ആരോടും പറയേണ്ട കാര്യമില്ല. കാരണം ഒരു നോർമൽ SD കാർഡ് അഡാപ്റ്ററിൻ്റെ കൂട്ടത്തിലാണ് ഈ മൈക്രോ SD കാർഡ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ സ്പീഡോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. 1 എന്ന് കൊടുത്തിട്ടുണ്ട്, എത്രത്തോളം സ്പീഡ് ഉണ്ടെന്ന് അറിയത്തില്ല. പോട്ടെ, കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല. എൻ്റെ ഇരിക്കുന്ന നല്ല സോണിയുടെ മെമ്മറി കാർഡ് തന്നെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഏകദേശം ഇതിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് എല്ലാവരും കമൻറ്റ് ചെയ്തൊന്ന് പറയണം. ഈ DJI
പോക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു മോഡലിൻ്റെ ഫുൾ വീഡിയോ, അതായത് യൂസർ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉടനെ എൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.